ഇതെന്താ? ഇത് വാഴക്കുഞ്ഞല്ലേ അച്ഛാ? വാഴക്കുഞ്ഞ? വാഴക്കന്ന്. ഓ, ഇതെവിടെ കിടന്ന് കിട്ടി? എവിടെ കിടന്ന് കിട്ടി? എടാ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചത്. അല്ലെങ്കിൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കണേന് ഇവിടെ ഒരു വിലയില്ലല്ലേ. അച്ഛാ, ഇത് വാഴയല്ലേ? വായ ആയില്ല മക്കളെ, കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കും, വലിയ വായ ആവും. ഇത് രസകളി. കഥകളിയല്ല, കഥകളി. ഇത് രസകളി. പിന്നെ ഇത് നടാൻ പോവേണ്. നിങ്ങളാണ് ഇത് പരിപാലിക്കേണ്ടത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഒരു ദിവസം നീ വെള്ളം ഒഴിക്കണമെങ്കിൽ അടുത്ത ദിവസം നീ ഒഴിക്കണം, അതിനടുത്ത ദിവസം നീ ഒഴിക്കണം, അതിൻ്റെ ദിവസം നീ ഒഴിക്കണം കേട്ടാ. കൃഷിയിലേക്ക് കയറിയ ആരും തന്നല്ല, പൈസ കൊടുത്ത് വാങ്ങിച്ചത്. ഒരു കന്നിന് 40 രൂപ, രണ്ടും കൂടെ 80 രൂപയായി. ഇതെവിടെ നടാൻ? നെഞ്ചില്. നല്ല വളം കിട്ടും. അടി ഇവിടെ എവിടെ നടുവത്? ഇവിടെ ചെറിയല്ലേ, പിന്നെ പിറകെ സ്ഥാനം നോക്കി ഒരു കുഴിയെടുത്ത് അത് നടും കേട്ടാ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചോടും. നടാത്ത വാഴയ്ക്ക് വെള്ളം. അയ്യോ, വെയില് ഇത് വാടിപ്പോ, അതുകൊണ്ടാണ് ഇവിടെ മനുഷ്യൻ നിന്ന് ഉരുവണ്. ശരി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യണം. ഓണർ സമ്മതിക്കും ടെറസിന്റെ മുകളിൽ കൃഷി? ഓണർ സമ്മതിക്കാത്തത് മോളില് രണ്ടാമത്തെ നില കെട്ടിപ്പോക്കാനല്ല, കൃഷി ചെയ്യാനാണ് പറഞ്ഞത്. എന്റെ ബാലു, അതിന്റെ മുകളിൽ മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ബിൽഡിങ്ങിനെ ബാധിക്കും. അവര് സമ്മതിക്കൊന്നുമില്ല. മണ്ണൊന്നും ഇടണ്ടടാ, അതിന് പ്രത്യേക ഒരു കവർ കിട്ടും. അത് നമുക്ക് അഗ്രികൾച്ചറിൽ ഓഫീസിൽ നിന്ന് വാങ്ങിക്കാം. ആ കവറിന്റെ പേരാണ് ഗ്രോ ബാഗ്. വളരാനുള്ള ബാഗ്. പിന്നെ ഒരു ബാഗ് വാങ്ങിച്ചു വളരട്ടെ. വന്നല്ല കൽക്കി അവസാനത്തെ അവതാരം. പിടിച്ചെടുക്കടാ. അവരെ ബോറടിച്ചിട്ട് ഉള്ളിൽ പോയി കിടന്നുണ്ടാവും. നല്ല രസകളി, കുമ്പളങ്ങ, മത്തങ്ങ. ഏത് രാസവളം ഇടാത്തതാണ് ചേച്ചി. നമ്മൾ കൃഷി ചെയ്ത് ഇത്രയും വലുത് കിട്ടുമോ? നമ്മൾ കൃഷി ചെയ്താ പിന്നെ ഇത്ര വലുത് കിട്ടാത്ത എന്ത്? മത്തങ്ങയും കുമ്പളങ്ങയും നമ്മളെടുത്ത് എന്തെങ്കിലും വിരോധം ഉണ്ടാ? ഇത് ആറ്റിന്റെ കരയിൽ നട്ടതാണ്. 5 മത്തങ്ങ ഉണ്ടായി. അതിൽ ഒരെണ്ണം വീട്ടിലെടുത്ത് 3 എണ്ണം വിറ്റ് നല്ല വിലയും കിട്ടി. പിന്നെ ഭയങ്കര വിലയാണ് മത്തങ്ങയ്ക്കും കുമ്പളത്തിനൊക്കെ. മാർക്കറ്റിൽ ഇപ്പൊ എന്താണ് വില എന്ന് അറിയാമോ? ഇതിന് 25 രൂപ, ഈ മത്തങ്ങക്ക് 45 രൂപ, കൊലക്ക് കൂടി പോയാൽ ഒരു 125 രൂപ കൊടുക്കണം. ചേച്ചി, ചേച്ചിയുടെ ഭർത്താവിന്റെ അച്ഛന് ഇപ്പൊ പച്ചക്കറി കച്ചവടമാണ്. അവിടെ എല്ലാം ഫ്രീ ആയിട്ടാണ് കൊടുക്കണേ. ശ്രീകുട്ടാ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാലും നീ എന്റെ അച്ഛനെ പറയല്ലെന്ന്. അതെന്തോ ന്യായം? അത് നിന്നെക്കാലം മൂത്തല്ലേടാ ഞാൻ. പ്രായത്തിലും റെസ്പെക്ട് ആണ് കേട്ടോ. ഈ വിളവൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കർഷകന് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത. അതുപോലെ തന്നെ ഈ വിളവ് നശിക്കുമ്പോ കർഷകന്റെ ഒരു നാശമുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നാശമാണ്. കൊണ്ടുവയ്ക്കട്ടെ? കൊണ്ടുവയ്ക്കട്ടെ ബാബാ. നീ കൊണ്ടുവെക്ക്. കൊണ്ടുപോയല്ല. എന്താടേ, നമുക്കൊരു വിലയില്ലേ നടാൻ? പഴം പഴം. നീ കൊലച്ചിറങ്ങ് പോയി വാ, തിന്നാ നീന്ന് വാ, കൊലച്ചിറങ്ങുമ്പോ. എന്റെ കണ്ണ് കൊല അടേ. എന്താ ഒരു കന്നും കൂടെ ഉണ്ടായിരുന്നല്ലോ. ടോം ആൻഡ് ജെറി കളിക്കുന്നു. എന്താണ്
കൃഷിനാശം വന്നിട്ട് നശിച്ച് ഞാൻ നാരായ പേര് തോണ്ടുവന്നു. എന്തോന്ന് കൂട്ട് ചേ എന്തോന്ന് കൂട്ടു ഇത്? അളി എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് തമാശ പറഞ്ഞല്ലേ? ഛെ, അത് വിട്. എൻ്റെ തൊഴിലിൽ എനിക്ക് നാശം വരും എന്ന് പറയാനാണ് തമാശ. ഇത് എവിടുത്തെ തമാശ? നിന്റെ തൊഴിൽ നിനക്ക് വലുതാണല്ലേ? അതുപോലെ തന്നെ എനിക്ക്. ഞാൻ തൊഴിൽ ചെയ്യണ എൻ്റെ ടൂൾസ് എടുത്ത് ആക്രിക്കാരന് കൊടുത്തതാന്ന് നീ പണ്ട്. അത് ഞാൻ തമാശക്ക് ചെയ്തതല്ലേ? അത് തമാശ. ഞാൻ ഇപ്പൊ പറഞ്ഞ സീരിയസ്. അളെ ചുമ്മാ പോ, എൻ്റെ മൂഡ് മുഴുവൻ പോയിരിക്കണം. പോ. നിന്റെ മൂട് പോയാ? എന്റെ വാഴയുടെ മൂടെടുത്ത് നീ അറിഞ്ഞില്ലടാ നീ വെളിയിൽ. മാമ ഇത് കണ്ട? ഇതെവിടെ നിന്ന്? അച്ഛൻ വാങ്ങിച്ചതാ. ആ, ഞാൻ അവിടെ ഒന്നല്ല കണ്ടുള്ളൂ. ആ, ഇത് കണ്ടെങ്കിൽ ഇത് കൂടെ എടുത്ത് നീ എറിഞ്ഞനാ. ഇതെന്താന്നറിയോ? മാമൻ കൊണ്ടുവന്നില്ലേ കൊല? രസകഥലി അതല്ല, രസകഥലി അതിന്റെ കന്നാ. രസകഥലിയുടെ കന്ന ഇതാ. ഇത് വിളാന്നിറങ്ങി. വിളാന്നിറങ്ങി തിരുവനന്തപുരത്ത് വിളയല്ലേ പറമ്പിലൊക്കെ കാണുന്ന ഇലയ്ക്ക് വേണ്ടി നടന്ന ഒരിനം വാഴയാണിത്. ഇതിന്റെ കൊല മാട് പോലും കഴിക്കൂല, അത്രയും കൊള്ളൂല. ചേച്ചി പാടാടുന്നു പ്ലാന്നിറങ്ങി. നല്ല രസകഥകളിയാണ്. ഇതാ രസകഥലിയാ? ഇത് എത്ര രൂപയ്ക്ക് വാങ്ങിച്ചത്? 2. ഇത് പാഴ്ക്കന്നളിയാ. കൊല വീണ വാഴ ചവിട്ടില് പൊടിച്ചു വരും. ഇതിങ്ങനെ ഒരുപാട് വാഴക്കന്ന് പൊടിച്ചു വരും. അതിനെ ചവിട്ടി താഴ്ത്തും, പിന്നെയും പൊടിച്ചു വരും, വീണ്ടും ചവിട്ടി താഴ്ത്തും. ഇലയ്ക്ക് വേണ്ടി മാത്രം നടന്നതാണ്. കൊള്ളൂല ഇത്, കളയണം. എത്ര രൂപ? 2 കൂടെ 30 രൂപയുണ്ട്. 2 കൂടെ 30 രൂപ. 40 രൂപ എന്ന് പറഞ്ഞു. കൊള്ളൂലളി. ആ സ്ഥലം മെനക്കെടുത്താൻ വേണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ നിന്ന് എടുത്തുകളാ. പോ. അയ്യോ, അവിടെ കിടന്ന് പൊടിക്കിട്ട് വിളഞ്ഞിറങ്ങി പൊടിക്കിട്ട് എല്ലാം മുറിക്കുക ചോറിന്. ഞാൻ കൃഷി ചെയ്യണത് അവന് ഇഷ്ടമല്ല. ഇഷ്ടമല്ല, അസൂയ. ഓ അസൂയ. എന്തുകൊണ്ടിട്ട് അസൂയപ്പെട്ടാണ് നിങ്ങളോട്? എന്റെ കണ്ടിട്ട് തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അവസാനം അവരൊന്ന്. ആരൊന്ന്? നിങ്ങളെ ബാലോ ഇങ്ങോട്ട് എന്താടേ ഇതുവഴി ആളുകൾ നടന്നുകൊണ്ടിരാ തോന്നിയ ദിവസം കാണിക്കണ ഇതെന്തോന്ന് തൈര് കടയാണ്? വെറുതെ എല്ലിട്ട് കുത്തിക്കൊണ്ടിരിക്കാതെ അകത്ത് പോയിട്ട് മത്തങ്ങയൊക്കെ വെട്ടി ചേച്ചി സാമ്പാർ വയ്ക്കാൻ സഹായിക്കും. ചെല്ല്. ഡേയ്, കൃഷിക്കാരെന്നും കൃഷിക്കാരൻ തന്നെ. സയന്റിസ്റ്റ് സ്റ്റൈലിസ്റ്റ്. അതച്ഛൻ പറഞ്ഞ തെറ്റാ. ഈ 2 വിഭാഗവും തുല്യരാ. കൃഷിക്കാരെ പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ കൃഷി സക്സസ് ആക്കണത്. ഒരു വിധത്തിൽ നോക്കി കഴിഞ്ഞാൽ അവരും സയന്റിസ്റ്റ് ഒക്കെ തന്നെ അല്ല മാമ? അങ്ങനെ പറഞ്ഞുകൂടും മക്കളെ. കൃഷിക്കാര് കണ്ടുപിടുത്തക്കാരും നാട്ടുകാർക്ക് അന്നം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കൃഷിക്കാർക്ക് തന്നെയാണ്. ഓ, ഇപ്പം വലിയ കൃഷിക്കാരനാണല്ലേ. ഒരു ചള്ള് കൊലയും ഒരു മത്തയ്ക്ക് 2 കുമ്പളങ്ങയും കൊണ്ടുവന്നിട്ട്. ചള്ള് കൊല് അത് വിറ്റ എത്ര രൂപ കിട്ടുമെന്ന് അറിയാമോ? നീ കുറെ നേരം കൊണ്ട് പറഞ്ഞടാ വിറ്റ എത്ര റേറ്റ് വന്നു? എത്ര റേറ്റ് കൂടാ? 200 രൂപയ്ക്ക് പുറത്ത് കിട്ടും. പുറത്ത് തന്നെ കിട്ടും. പിന്നെ മത്തങ്ങ 100 രൂപ കിട്ടും. 100 മത്തങ്ങ. അതുപോലെ 4 മത്തങ്ങ കൊണ്ടുവരണം 100 രൂപ. ഒന്ന് നിർത്തുവാലോ. പിന്നെ കുമ്പളങ്ങ 2ഉം കൂടെ 200 രൂപയ്ക്ക് മേളിൽ കിട്ടും. കുമ്പളങ്ങ അല്ലടാ അത് തടിയങ്ക. തടിയങ്കയല്ല, ഇളവൻ അത് 50 രൂപ കിട്ടും. ഒന്ന് കൊടുത്താൽ ഇത് ഞാൻ വിറ്റ് കാണിച്ചു തരാം. ഈ വീടിന്റെ മുമ്പിലിട്ട് വിറ്റ് കച്ചവടം നടത്തി കാണിച്ചു തരാം കേട്ടാ. ഇത് ഫ്രഷാണ്. ആൾക്കാർ വന്ന് കൊത്തിക്കൊണ്ട് പറക്കും. അയ്യോ, അധികം പറക്കല്ല. മോളില് 11 kV ലൈൻ കിടക്കുന്നു. കത്തി കരിഞ്ഞു പോകും. കഴിഞ്ഞു. ഇത് വിറ്റിട്ട് 600 രൂപ ഉണ്ടാക്കിയില്ലെങ്കിൽ അളിയാന്റെ ചെവിട്ടത്ത് അടിച്ചോ? അല്ലെങ്കിൽ ഞാൻ അടിക്കും. വിറ്റില്ലെങ്കിലും അടിക്കും. അളിയാ ബെറ്റ് വെക്കണേ വൈ. ചുമ്മാ കള എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ ബെറ്റ് വൈ. 600 രൂപ ഒരു തരം, 600 രൂപ 2 തരം, 600 രൂപ 3 തരം. ബെറ്റ് വൈ. 1 തരം 2 തരം 3 തരം അല്ല, ബെറ്റ് വൈ. ചങ്കൂറ്റം കാണിക്കും. നീ പോടാ. ബോർഡറാന്ന് വിചാരിക്കുമ്പോഴേ പോണം. 1 തരം 2 തരം 3 തരം. അഹങ്കാരം ഒന്ന് കുറയ്ക്കണമല്ലോ ദൈവമേ. നീലു എനിക്ക് ശ്രീകുട്ടിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അത് നീ കൂടെ കേൾക്കണം. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ മര്യാദ ഇരിക്കുകയാണ്. ഡേ, ശല്യപ്പെടുത്താലടേ. ഞാൻ പറഞ്ഞ കാലടേ. പറ. നീ കൊണ്ടുവന്ന പച്ചക്കറിയില്ലേ, നീ ബെറ്റ് വെച്ചല്ല 600 രൂപയ്ക്ക് വിറ്റ് തരാമെന്ന്.
ആ ബെറ്റ് വയ്ക്കാണ്, ഇപ്പോഴും ബെറ്റ് വയ്ക്കാണ്. ആ നീ കൊണ്ടുവന്ന പച്ചക്കറി ആ ജൈവം എന്ന് പറഞ്ഞ സാധനം. ജൈവമല്ല, ജൈവം എന്ന് പറഞ്ഞല്ല, ജൈവം തന്നെ. ഓ ഒന്ന് ക്ഷമിക്കണേ എൻ്റെ ജൈവക്കൂട്ടാ. ജൈവക്കുട്ടൻ നല്ല പേര്. ആ ഞാൻ ഒരു കാര്യം മറന്നുപോയി. നീ ഇന്ന് കുളിച്ചായിരുന്ന? ഇന്ന് പോ മാമ. എടി ഇന്ന് കുളിച്ചായിരുന്നോന്ന്? പോ മാമേ. കുളിക്കാം. മിസ്റ്റർ ബീൻ പറയൂ. മിസ്റ്റർ ബീൻ നല്ല നിർത്തടി. അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട. ഓ തിരികണ്ട. പറ ബാലു. നീ കൊണ്ടുവന്ന ജൈവമില്ലേ, ഞാൻ 2000 രൂപയ്ക്ക് വിറ്റുതരും. ശ്രീ നീ എഴുന്നേറ്റ് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോയേ. നിന്നെ കാണുമ്പോഴാ അങ്ങേറി കിടക്കം. ഞാൻ മോനെ. നീ പോവല്ലേ. നീ കൊണ്ടുവന്ന പച്ചക്കറി ജൈവം 2000 രൂപയ്ക്ക് ഞാൻ വിൽക്കും. 1600 രൂപ നിനക്ക്. അയ്യോ 1600 രൂപ എനിക്ക്, 400 രൂപ നിനക്ക് മുതൽ. 2000 രൂപ നിനക്ക് തലക്കോളം. ഇത് കുളത്തറ വീട്ടിൽ മാധവൻ തമ്പിയുടെ മകൻ ബാലചന്ദ്രനും പടവലം വീട്ടിൽ കുട്ടമ്പിളിയുടെ മകൻ ശ്രീകുട്ടനും തമ്മിലുള്ള അംഗമല്ല, ബെറ്റാ. എന്തടാ മിഴങ്ങസിയാ നോക്കിക്കൊണ്ടിരിക്കണേ? ബെറ്റിന് തയ്യാറാവ്. ശ്രീ എന്നിട്ട് പോയാ ശരിയാവൂല. എനിക്ക് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നേർബങ്ങളെ കെട്ടിയവൻ ചതിയൻ ചന്തു അംഗത്തിന് തയ്യാറായിക്കോ. അംഗം എവിടെ വെച്ച് എപ്പോ വേണമെന്ന് പറഞ്ഞാൽ മതി, ഞാൻ തയ്യാർ. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ഗേറ്റിന്റെ അവിടെ വെച്ച് തയ്യാറായിക്കോ. പാൻറ് ഊരി പോകാതെ ഒച്ചക്കയറെടുത്ത് കച്ച കെട്ടിക്കോ. ചേച്ചി ഒരു തുടം പാൽക്കഞ്ഞി എടുക്ക്. ഭർത്താവിന് വേണ്ടി ലോകനാർക്കവരമേ പ്രാർത്ഥിച്ചോ. ആറ്റെല്ലാം വെച്ചാൽ പ്രാർത്ഥിച്ചാലും മതി. ഒരു ഭാഗത്ത് നേരാങ്ങളാം, മറുഭാഗത്ത് കഴുത്തിൽ താലി കെട്ടിയവൻ. ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും? എന്റെ അമ്മ, ഇതൊന്നും കണ്ടു ചിരിക്കാൻ ഇവിടെ ആരുമില്ലേ? പെട്ടെന്ന് വാച്ചാ. എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തു പോയി. നീലോ നീലോ കച്ചവടം തുടങ്ങാൻ പോവേണ്. എന്ത് വേണോ തുടങ്ങിക്കോ, പക്ഷെ 2000 രൂപ കിട്ടിക്കോണം. എങ്ങനെ? 2000 രൂപ കിട്ടണം. ഓ അങ്ങനെ. ആ വാ എടുത്ത് പുറത്തു വയ്ക്കാം. വാ. അതൊന്നും പറ്റില്ല, ഒറ്റയ്ക്കങ്ങ് പോയാ മതി. എന്തോ ബെറ്റിൽ അങ്ങനത്തെ വ്യവസ്ഥയൊന്നുമില്ല. കച്ചവടത്തിൽ എല്ലാരും സഹായിക്കണം. ആഹാ, അപ്പൊ വ്യവസ്ഥകളൊക്കെ അങ്ങ് വെക്കാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടൊരു വ്യവസ്ഥ കൂടെ പറയാം. പറ. 600 രൂപ കിട്ടണം. 600 രൂപ അങ്ങനെ വിറ്റിട്ട് 600 രൂപ കിട്ടണം. കിട്ടിയില്ലെങ്കിൽ അളിയ എനിക്ക് 600 രൂപ തരണം. ഇല്ല ഞാൻ ഇവിടെ ആഗ്രഹിക്കാൻ ഞാൻ എടുത്തോണ്ട് വയ്ക്കും. ഞാൻ തരാം. ആ സാധനങ്ങൾ എടേ. Come on the people. ശ്രീകുട്ടാ കൂടെ നിന്നോണ്ടേ, കച്ചവടത്തിൽ ശത്രുത കാണിക്കല്ലേ. നോക്കട്ടെ. ആ ആരെയും കാണാനല്ലേ? രണ്ടുപേരും പറഞ്ഞു. അവാസേ ഇത് കണ്ടടേ. ആ ഇത് കുറെ കെട്ടുള്ളൊരു പച്ചക്കറി അല്ലേ? അവിടെ നിനക്ക് തെറ്റി. നീ കണ്ട പച്ചക്കറി അല്ല ഇത്. മറ്റേ വാങ്ങിയ പച്ചക്കറി ഉണ്ടല്ലോ ഇവിടെ മാർക്കറ്റിൽ പോയി വാങ്ങിക്കണ ഇതല്ല. വളക്കൂറുള്ള മണ്ണിൽ ഊർവരതയുടെ ഗന്ധമുള്ള ചാണകമിട്ടിളക്കി സ്ഫടിക ശുദ്ധമായ ജലത്തിൽ വളർത്തിയെടുത്ത ജീവനുള്ള ജൈവ പച്ചക്കറി. പച്ചക്കറി പച്ചക്കറി പച്ചക്കറി. അയ്യോ എനിക്ക് പേടിയാവുന്നു. എടാ ഇതില്ലേ, നീ ഇത് വാങ്ങണമെന്ന് വിചാരിച്ചോ? ഈ ജൈവ പച്ചക്കറി നീ വാങ്ങണമെന്ന് വിചാരിച്ചോ? എന്നാ നീ എത്ര രൂപ പറയും? ഒരു 100 രൂപ. ഡേ വിഷ്ണുടാ എല്ലാം അവിടെ എടുത്തുണ്ട് പോകാൻ പാടില്ല. എടാ അവൻ ന്യായവില ഇട്ട് അവൻ്റെ രീതിയിൽ അവൻ പറഞ്ഞു നീ പോണ്ട. ലേലം വിളിക്കാൻ പോവേണം. ലേലം വരുന്നു പിന്നെ അല്ലാതെ വിറ്റാ 2000 രൂപ കിട്ടൂടാ. കൂടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും വിഷാംശമില്ലാത്ത പച്ചക്കറി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നവാസ് ജൈവവളത്തിൽ കുലച്ചെടുത്ത ഈ കൊല 100 രൂപ പറഞ്ഞിരിക്കുകയാണ്. 100 രൂപ. ഇതിൽ മേലിൽ ആർക്കെങ്കിലും
വിളിക്കാൻ പറ്റുമോ? ഇതിന് മേലിൽ ആർക്കുന്നുണ്ടോ? 110 താങ്ങി തൂങ്ങി നിൽക്കുന്ന ഈ സഹോദരൻ 110 വിളിച്ചിരിക്കുകയാണ്. 110 ഉറപ്പിക്കട്ടാ? 110 ഒരു തരം, 110 രണ്ട് തരം, 110 ഉറപ്പിക്കട്ടാ? 150 രൂപ. ആ വല്ലപ്പോഴും ജോലിക്ക് പോകുന്ന കടവരാന്തയിൽ ആഴ്ചയിൽ 5 ദിവസം കാണുന്ന നവാസ് ഇതാ 150 വിളിച്ചിരിക്കുന്നു. പാറമട റോഡിൽ ആണായി പറയുന്നവർ ആരുമില്ല എന്ന് ചോദിച്ച് 150 150 150 200. ആ അങ്ങനെ വാ, നോക്കി നിന്നാൽ നോട്ടം മാത്രം. വിളിച്ചാൽ വിളി. 200 ഒരു തരം, 200 രണ്ട് തരം, 300 300 300 300 ഒരു തരം, 300 രണ്ട് തരം. ഉറപ്പിക്കട്ടാ? 300 ഉറപ്പിക്കട്ടെ? ഇപ്പൊ ഉറപ്പിക്കും. 350 350 ഒരു തരം, 350 ഒരു തരം, 350 500 രൂപ. 500. പാറമടയിലെ പുലി നവാസ് ഇതാ വിളിച്ചിരിക്കുന്നു. 500 ഒരു തരം, 500 ഒരു തരം, 500 രണ്ട് തരം, 500 ഉറപ്പിക്കട്ടെ? 500 മൂന്ന് തരം, 525 രൂപ. 500 രൂപ ഉറപ്പിച്ച് കഴിഞ്ഞു. സ്വന്തം ഭാര്യയും മക്കളും ജൈവവളത്തിൽ വളർത്തിയെടുത്ത കുല മാത്രം ഭക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നവാസിന് 500 രൂപയ്ക്ക് കുല കൊണ്ടുപോയി കഴിക്കും. നവാസ പൈസ മത്തൻ വിളി, മത്തൻ വിളി, മത്തൻ മത്തൻ കുമ്പളങ്ങ 150. ശൈലേന്ദ്രൻ എന്ന യുവാവ് 150 രൂപ വിളിച്ചിരിക്കുകയാണ്. 150 ഒരു തരം, 150 ഒരു തരം, 175 175 ഒരു തരം, 175 ഒരു തരം, 175 ഒരു തരം, 200 രൂപ. പുലിമട നവാസ് കൊലയുമായി പോയ നവാസ് ഇതാ വീണ്ടും വിളിച്ചിരിക്കുന്നു. 200 ഒരു തരം, 200 ഒരു തരം, 200 ഒരു തരം, 200 ഒരു തരം, രണ്ട് തരം, 210. 210. ശൈലേന്ദ്രൻ പിന്നെയും 210 ഒരു തരം, 210 ഒരു തരം, 210 ഒരു തരം, 220. 220 ഒരു തരം, 220 ഒരു തരം, 220 രണ്ട് തരം, 220 300. ഇനി 2 തരം വിളിക്കരുത്, കേട്ടല്ല? ഇനി 2 തരം വിളിക്കില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശൈലേന്ദ്രൻ എന്ന യുവാവ് ഇനി ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് ശൈലേന്ദ്രൻ വീണ്ടും 300. ഞാൻ പറഞ്ഞു ഇനി 2 തരം വിളിക്കരുതെന്ന്. 2 തരം. 2 തരത്ത് ഉറപ്പിക്കാൻ പോവാണ് ചേട്ടാ. ഉറപ്പിക്കും ചേട്ടാ. 500. പുലിമട നവാസ്, 1000 രൂപ. 1000 രൂപ ഉറപ്പിക്കട്ടാ? കൊണ്ടുവാ. മത്തങ്ങട് മേളെ, മത്തങ്ങട്. പൈസ ഇട്. അയ്യോ പൈസ ഇല്ല. എല്ലാരും വിളിച്ചപ്പോ ഒരു ആവശ്യത്തിന് വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ 1000 രൂപയ്ക്ക് ആരെങ്കിലും മത്തങ്ങ വാങ്ങുവണ്ണ? പൈസ ഇല്ല അണ്ണ, പൈസ ഇല്ല അണ്ണ. പൈസ എടുക്കടേ. അയ്യോ പൈസ ഇല്ല. പിന്നെ എനിക്ക് അണ്ണൻ മത്തങ്ങ അറിയാന്ന് പറഞ്ഞു തന്ന്. പൈസ മത്തങ്ങാരാന്ന് പറഞ്ഞ പൈസ മത്തങ്ങേന് അയ്യോ പിടിയടാ. സഹിക്കാൻ പറ്റുന്ന നീ കരയണ്ട. നല്ല ഊർവരതയുള്ള ചാണകമിട്ട് വളർത്തിയ പച്ചക്കറി നമുക്ക് ഇനി ഉണ്ടാക്കണം.